ഓക്കെ ഗായ്സ്, ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും രാവിലെ തന്നെ എന്തായാലും നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ എന്തായാലും ഒന്ന് ചുമ്മാ എന്തായാലും വന്നായിരുന്നു. ഓക്കെ, എന്താണെന്ന് അറിയണം. അവൻ രാവിലെ തന്നെ എന്നെ ഫോൺ വിളിച്ചുറങ്ങി എൻ്റെ വീട് വരെ ഒന്ന് വരാനാണ് പറഞ്ഞത്. എന്താണെന്ന് എനിക്കൊരു പിടിയും തന്നില്ല. അവൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതുണ്ടായിരുന്ന തൊട്ടടുത്തായിട്ടൊരു ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ കിടപ്പുണ്ട്. അവർക്ക് സാധാരണ ഉള്ള വണ്ടി എന്ന് വെച്ചാൽ ഈ നോർമലായിട്ടുള്ള സാധാ പഴയ ടൊയോട്ട ഫോർച്യൂണറുകളൊക്കെയാണ്. ഈ വണ്ടിയാണ് അവരതൊക്കെ പഴയ വണ്ടിയാണ്. ഒരു കൂടിപ്പോയ ഒരു 4 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇതൊരു സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്, പുതിയതല്ല, സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്. ഓക്കെ, അവർക്ക് നല്ല പൈസയൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് ഈ മോഡൽ കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം ഈ മോഡല് ഇറങ്ങിയപ്പോഴല്ല അവർ വാങ്ങിച്ചത്. അപ്പം ഇവരാണെങ്കിൽ വാങ്ങാനായിട്ട് ചെന്നപ്പോൾ വേറൊരു ടൈപ്പാണ് അവിടെ കിടന്ന ഫോർച്യൂണറിന് കുറച്ചുകൂടെ പുതിയതൊക്കെ. അതവർക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ഈ പഴയതാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അവർ സെക്കൻഡ് ഹാൻഡ് എടുത്തൊക്കെ. പക്ഷേ ആ ഫോർച്യൂണർ കഴുകിയിട്ട് ഇറങ്ങിയ ലെജൻഡറാണ് ഗൈസ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, ഈ വണ്ടി അവർ വാങ്ങിയിട്ടുണ്ട്. ഇത് പുതിയതാണ്, പുതിയ വണ്ടിയാണ്. ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ എന്നൊക്കെയാണ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ 4 സിലിണ്ടർ ഡീസൽ എൻജിന് എന്നൊക്കെയാണ്. ഓക്കെ, മറ്റത് വെറും 2 സിലിണ്ടർ പെട്രോൾ എൻജിനാണ്. ഓക്കെ, ഈ ഫോർച്യൂണർ. പിന്നെ നമ്മുടെ കാറിൻ്റെ കേസൊക്കെ അതിന് വെറും 1 സിലിണ്ടറേ ഉള്ളൂ. ഓ മാൻ, പക്ഷെ അത് ഡീസലാണ്. ഓക്കെ, എന്തൊരു തേങ്ങയാലും ശരി, പക്ഷെ വണ്ടിക്കൊരു സിലിണ്ടറേ ഉള്ളൂ, അതാണ്. പക്ഷെ ഇതിന് 4 സിലിണ്ടർ ഉണ്ട്. മറ്റേനാണെങ്കിൽ 2 ഉണ്ട്. നമ്മുടേനാണെങ്കിൽ ഒരൊറ്റ സിലിണ്ടറേ ഉള്ളൂ. ഓക്കെ, പക്ഷേ നല്ല വണ്ടിയാണ്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ടൊയോട്ട ഫോർച്യൂണർ. അവ എവിടെയാണെന്നൊരു പിടിയില്ല. നമ്മൾ അകത്ത് പോയി നോക്കിയിട്ട് എന്തായാലും വരട്ടൊക്കെ. ഓക്കെ ഗായ്സ്, ഞാൻ എന്തായാലും അവൻ്റെ കൂടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ എന്നിട്ട് എന്തായാലും അവൻ്റെ കൂടെ ചോദിച്ച് വണ്ടിയൊന്നും എനിക്ക് ഓടിക്കാൻ തരുമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞ കാര്യം എന്തെന്ന് നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ ഇരുന്ന വണ്ടിയുടെ സീറ്റിൽ ചെളിയാവുന്നു. എന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഞാൻ രാവിലെ ട്യൂഷന് പോകാനായിട്ട് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോഴാണ് ഈ പൊട്ടം വിളിച്ചത്. പെട്ടെന്ന് ഓടി വാടാ, എൻ്റെ വീട്ടിൽ വാടാ, ഒരു സാധനം ഉണ്ടെന്നൊക്കെ പറയും. എന്നിട്ട് ഇതുവരെ വന്ന സ്ഥിതിക്ക് എനിക്കൊന്ന് ഓടിക്കാൻ പോലും അവൻ തന്നില്ല. ഞാൻ നല്ല സൂപ്പറായിട്ട് ഓടിക്കും. ഞാൻ ഓടിച്ചാൽ വല്ലയിടത്ത് കൊണ്ട് ഇടിക്കും, വണ്ടിയുടെ സീറ്റിൽ ചെളിയാവും. അങ്ങനെയാണ്. നിന്നെ കൊണ്ടൊക്കെ ആ പേട്ട സ്വിഫ്റ്റ് ഓടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയാണ് പറയണത്. സ്വിഫ്റ്റ് ഓടിക്കാനാണോടാ ഒരു കഴിവ്? അല്ല, പിന്നെ അവൻ്റെ ഒരു ഫോർച്യൂണർ തേങ്ങാക്കൊല. ഫോർച്യൂണറില്ലെങ്കിൽ നമുക്ക് സ്വിഫ്റ്റ് ഉണ്ടല്ലോ അവന്. പക്ഷേ എനിക്ക് ആ വണ്ടി ഇഷ്ടപ്പെട്ടു, പക്ഷെ അവൻ തന്നില്ല. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാനാണ്? ഓക്കെ, ഞാൻ എന്തായാലും അവൻ്റെ പഴയ ഫോർച്യൂണറിൻ്റെ സൈഡിൽ കൂടെ ഉരച്ചെടുത്തോണ്ട് പോകുന്നത് ഒരു പ്രതികാരമായിട്ട് വെച്ചോ. ഡോ, നീ എൻ്റെ പഴയ ഫോർച്യൂണറിൻ്റെ സൈഡ് ഉരച്ചിട്ട് നീ എൻ്റെ വണ്ടിയുടെ ചീത്ത വിളിച്ചിട്ട് പോകണല്ലേടാ. ആ തന്നെടാ, എന്ത് കേൾക്കണോ? നീ എനിക്ക് ആ വണ്ടി ഒന്ന് ഓടിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. നീ എനിക്ക് ആ വണ്ടി ഓടിക്കാൻ വേണ്ടി ഒന്ന് തൊടാൻ പോലും സമ്മതിച്ചില്ല. നീ എൻ്റെ വണ്ടി തൊടണ്ടേ? നീ എൻ്റെ വണ്ടിയിൽ തൊട്ടാലും ചെളി പിടിക്കും. ഇല്ലടാ, സ്വിഫ്റ്റിനുണ്ടാ പവർ. ആ വണ്ടിക്ക് ഒരു പണ്ടാരമില്ല. ടൊയോട്ടയുടെ ഫോർച്യൂണർ പൊളി സാധനമാണ്. നീ അത് ഓടിക്കണ്ട, അത്രയാണ് എനിക്ക് പറയുള്ളൂ. ആരെയൊക്കെ ഇറങ്ങി പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. അങ്ങനെ ഞാൻ പോകില്ല. എന്നെ തെറി വിളിച്ചല്ലോ നീ. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. ഞാൻ ഈ ഒരു ഫോർച്യൂണർ ഓടിക്കുകയും ചെയ്യും, ഈ വണ്ടി ഞാൻ എടുക്കുകയും ചെയ്യും. അതെങ്ങനെയാണ് പറ്റുമോ? ഇത് എൻ്റെ വണ്ടിയല്ലേ, നീ എങ്ങനെ എടുക്കും? ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഡോ, നീ എവിടെയാടാ പോടാ? കീ എടുക്കില്ല. ഓക്കെ ഗായ്സ്, നമുക്ക് അവൻ്റെ വണ്ടിയുടെ കീ കിട്ടി. ഡോഡോ, നീ എന്ത്ര കാണിക്കണോ? ഡാ നീ എന്ത്ര കാണിക്കണോ? ഡാ എൻ്റെ ഫോർച്യൂണർ എടുക്കല്ലേ? പോടാ അങ്ങോട്ട്. ചുമ്മാ വലിയ ജാട കാണിച്ചപ്പോൾ ആലോചിക്കണമായിരുന്നു. ഇനി ഈ ഫോർച്യൂണർ എനിക്ക് കിട്ടില്ല. നല്ലവന് എടാ പോലെടാ എൻ്റെ ഫോർച്യൂണർ. എടാ ഉരയ്ക്കാതെടാ, പുതിയ വണ്ടിടാ, പോടാ നീ. അവൻ്റെ ഒരു ജാട ഇറങ്ങിക്കൊണ്ടുവന്ന്. എടാ പോവല്ലോടാ, നീ പോടാ. ഓക്കെ ഗായ്സ്, ഞാൻ ഇവിടെ ഇപ്പം എന്തായാലും ഏതാണ് ഫോർച്യൂണറുകളൊക്കെ എന്തായാലും നൈസായിട്ട് എന്തായാലും മോഷ്ടിച്ചെടുത്തിട്ട് എന്തായാലും ഉണ്ട് കേസൊക്കെ. ഞാൻ എന്തിനാണ് ഈ വണ്ടി മോഷ്ടിച്ചതെന്ന് വെച്ചാൽ
അവൻ ഭയങ്കരമായിട്ട് ജാട കാണിക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വണ്ടി മോഷ്ടിച്ചത്. അല്ലെങ്കിൽ എനിക്ക് ഈ വണ്ടി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തതൊക്കെ. എന്തായാലും നല്ല രസമുണ്ട് ഈ വണ്ടി ഓടിക്കാനായിട്ടൊക്കെ. അതുമാത്രമല്ല, ഇത് 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനും കൂടെയാണ്. ഓക്കെ, നമ്മുടെ മറ്റേ വണ്ടി ഡീസലാണ്, പക്ഷെ അത് 1 സിലിണ്ടറേ ഉള്ളൂ. പക്ഷെ ആ വണ്ടി ഞാൻ ഒരിക്കലും കളയില്ല, അത് ഞാൻ കുറച്ചുകൂടെ പോയി എടുക്കും. ഞാൻ വണ്ടികൾ ചെയ്യുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും അവൻ്റെ ആ ഒരു ഫോർച്യൂണർ നൈസായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ വണ്ടി ചെയ്യാൻ പോണ എന്താണെന്ന് നോക്കിക്കോ. ഈ വണ്ടി ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് എടുക്കാനായിട്ട് പോവേണം. പക്ഷെ ഇവിടെ ഇപ്പോൾ അവൻ്റെ ഫോർച്യൂണർ കണക്കെ മറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എൻ്റെ അമ്പോ, ഇത് നേരെ ആയിരുന്നെങ്കിൽ ഒന്ന് കൊള്ളായിരുന്നു. പക്ഷേ നമ്മൾ ഇത്രയും ആഗ്രഹിച്ച് അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ട് അവസാനം എന്ത് പറ്റി? വണ്ടി ഇതാ തറയാണ്. അയ്യോ, എൻ്റെ അമ്മച്ചി, ഓഫ് അടിപൊളി. എൻ്റെ ഓഫ് എൻ്റെ പുറകൊക്കെ പോയി. എൻ്റെ അമ്മ ഓഫ്, ഒട്ടും നടക്കാൻ വയ്യ. ഓക്കെ, അവൻ്റെ ഫോർച്യൂണർ എന്തായാലും ഇവിടെ മറിഞ്ഞു കിടക്കണം. ഇതിനൊന്ന് നേരെയാക്കണം, എന്നിട്ട് ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തൊന്ന് എടുക്കണം. ഓക്കെ, കാരണം വെച്ചാൽ എനിക്ക് ഈ വണ്ടി വേണം. ഞാൻ അവനൊരിക്കലും ഈ വണ്ടി കൊടുക്കൂല. ഈ വണ്ടി ഇനിയിപ്പോൾ എങ്ങനെ നേരെയാക്കും? ഞാൻ അവിടെ പോയി ഏതെങ്കിലും ഒരു വണ്ടി അങ്ങ് അടിച്ചു മാറ്റിയിട്ട് ഒരു തട്ട് കൊടുക്കുക. അപ്പം ചിലപ്പം നേരെ ആവണമെങ്കിലാ, അതുകൊണ്ടാണ്. ഓക്കെ, ഒരൊറ്റ വണ്ടികൾ പോലും ഇല്ലല്ലോ. പക്ഷേ ഗൈസ്, ഇവിടെ ഒരൊറ്റ വണ്ടികളില്ല. എനിക്ക് തോന്നണത് നമുക്ക് ട്രെയിൻ വെച്ച് തട്ടേണ്ടി വരുമെന്ന് തോന്നുന്നു. പക്ഷെ ട്രെയിൻ വെച്ച് തട്ടുമ്പം വണ്ടി പൊളിയോന്ന് പേടി ചെറുതായിട്ടുണ്ട്. ഇവിടെ എന്തായാലും പക്ഷെ ആരുമില്ല. നമുക്ക് ഈ ടൈം നോക്കി ട്രെയിനിലും കണക്ക് നൈസായിട്ട് കയറാം. ഓക്കെ, ഇപ്പോൾ ആരുമില്ല ഗൈസ്, നമുക്ക് നൈസായിട്ട് ട്രെയിനിലും കണക്ക് കയറാം. ഓക്കെ, ആരുമില്ല. എൻ്റെ അമ്മ നമ്മളങ്ങനെ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. എൻ്റെ മോനെ, ഞാനങ്ങനെ നൈസായിട്ട് അങ്ങനെ ട്രെയിൻ എടുത്തേക്കാണ്. ട്രെയിൻ ഓടിക്കാൻ അറിഞ്ഞൂടാ, പക്ഷേ ഓടിച്ചല്ലേ പറ്റുമോ? അവൻ എന്തായാലും ഇപ്പം തന്നെ വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പം. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ട്രെയിൻ എടുത്തിറങ്ങിയത്. ഒരൊറ്റ ചെറിയ തട്ടെടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ഫോർച്യൂണർ അങ്ങനെ നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കങ്ങനെ ഒരു ഫോർച്യൂണർ കിട്ടി. യെസ്, നമ്മുടെ ഫോർച്യൂണർ. നമ്മുടെ ഫോർച്യൂണർ. അയ്യോ, ഇതിന് മണ്ടയ്ക്കൂടെ ചാടാൻ പറ്റില്ല. ഓക്കെ, ആ വണ്ടി എന്നാലും നേരെ ആയിട്ടുണ്ട്. ഓക്കെ, ഇതിന് വേണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടൊരു വണ്ടിയെ വിളിച്ചെടുത്ത്. ഓക്കെ, ഫോർച്യൂണറിൻ്റെ ഡിക്കിയൊക്കെ ഇളകി പോയിട്ടുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, ഡിക്കിയൊക്കെ നമുക്ക് പിന്നാലും ശരിയാക്കാമല്ലോ. നമുക്ക് വണ്ടി മതി. ഓക്കെ, ഇവിടെ ഇപ്പോൾ വണ്ടിക്ക് വലിയ ഡാമേജ് ഒന്നുമില്ല. ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, ബാക്ക് ഡോറ് പോയിട്ടുണ്ട്, പിന്നെ ഡിക്കിയും പോയിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ഫോർച്യൂണറിന് വന്നിട്ടില്ല. വണ്ടിയുടെ ടയറും കൂടെ പഞ്ചറായിട്ടുണ്ട്. ഓക്കെ, പക്ഷെ വണ്ടി ഓടുന്നുണ്ട്. ഓക്കെ, വണ്ടിയുടെ പുറകിലത്തെ പെട്രോൾ ടാങ്ക് ചെറുതായിട്ട് ലീക്കാവുന്നുണ്ട്. കണ്ടാ, ചെറുതായിട്ട് പെട്രോള് താഴെ പോകുന്നുണ്ട്. ചെറിയ കുഴപ്പമില്ല, അതൊക്കെ റെഡിയാക്കി എടുക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ചുമ്മാ ഒരു ഫോർച്യൂണർ കിട്ടില്ല, അത് നല്ല കാര്യം. ഓക്കെ, അപ്പം ഇത്രയുള്ള ഗായ്സാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഇതിൻ്റെ പാർട്ട് 2 ഞാൻ വരുന്നതാണ്. ഇതൊരു കിടുക്കാച്ചായിട്ടുള്ളൊരു ഫണ്ണി ആയിട്ടുള്ളൊരു സ്റ്റോറി കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം നാളെ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വരാം. അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.